പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, കടന്നു വന്ന ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണമേ. നിന്റെ വചനം നിന്റെ ദാസിമാരായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഏവരുടെയും ഹൃദയത്തിൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്നവർക്ക് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പാപമോചനം നൽകുന്നു. യേശുക്രിസ്തു പാപമോചനം നൽകുന്നു. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവിനർത്ഥം. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവിനർത്ഥം. അവൻ രക്ഷിപ്പാൻ യോഗ്യനാണ്. അവൻ രക്ഷിപ്പാൻ യോഗ്യനാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലേ ഇല്ല. ഒരിക്കൽ യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടി പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മനസാന്തത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷവും വെട്ടി തീരിട്ട് കളയുന്നു. യേശുക്രിസ്തു ആരും അറിയില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ അത് അറിഞ്ഞിട്ടേ മടങ്ങി പോവുള്ളൂ. അവൻ പാപങ്ങളെ മോചിക്കുന്നവൻ മാത്രമല്ല, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനുമാണ്. ഒരിക്കൽ ഹെരോദ രാജാവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെയും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും ചെയ്യും. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവരെ അവൻ സകലം നൽകി അനുഗ്രഹിക്കുന്നവനുമാണ്. നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തരും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. പാപങ്ങളെ ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെടുവീൻ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ കൈക്കൊണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത വ്യക്തികളെ നിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി നിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം.